മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ക്രിസ്തീയ വിശ്വാസമാണ് ഈ സന്ദേശത്തിൽ വിവരിക്കപ്പെടുന്നത്. ഇതൊരു വിശദമായ പഠനം ആവശ്യമുള്ള വിഷയമാണ് എന്നതിനാൽ ഇത് 2 ഭാഗങ്ങളായാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത് ഇതിൻ്റെ 1ാമത്തെ ഭാഗമാണ്. 2ാമത്തെ ഭാഗം നമ്മളുടെ വീഡിയോ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേൾക്കുവാൻ താല്പര്യമുള്ളവർ naphtalitribe.tv.com എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഈ പഠനത്തിന്റെ 1ഉം 2ഉം ഭാഗങ്ങൾ ഒരുമിച്ച് ഇ-ബുക്ക് ആയി സൗജന്യമായി ലഭ്യമാണ്. താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ആവശ്യപ്പെടുക. ഫോൺ നമ്പർ 9961330751. ഇനി നമുക്ക് ഈ പഠനത്തിന്റെ 1ാമത്തെ ഭാഗത്തിലേക്ക് പോകാം. മരണത്തെക്കുറിച്ചുള്ള ലോകത്തിന്റെയും വേദപുസ്തകത്തിന്റെയും കാഴ്ചപ്പാടുകളുടെ പ്രധാന വ്യത്യാസം മനുഷ്യ ജീവന്റെ നിത്യതയാണ്. ഭൗതിക തലത്തിലെ മരണം മനുഷ്യജീവിതത്തിന്റെ അവസാനമായി ലോകത്തിന്റെ ചിന്താധാരകൾ വിവരിക്കുന്നു. എന്നാൽ മരണം മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിന്റെ അവസാനമാണ് എങ്കിലും അതവന്റെ അസ്തിത്വത്തിന്റെ അവസാനമല്ല എന്നും മരണത്തിന് ശേഷം നിത്യമായ ഒരു ജീവിതമുണ്ട് എന്നുമാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. ഭൗതിക തലത്തിൽ മരണം സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരം മരിക്കുന്നുവെങ്കിലും ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. ശരീരം പ്രവർത്തനരഹിതവും ബോധമില്ലാത്തതുമായി ഉറക്കത്തിലാകുന്നുവെങ്കിലും ആത്മാവ് ഉറക്കത്തിൽ ആകുകയോ ബോധരഹിതമാകുകയോ ഇല്ല. മരണം നിത്യതയിലേക്കുള്ള യാത്രയുടെ ഒരു പടി മാത്രമാണ്. ഇതാണ് മരണത്തെക്കുറിച്ചുള്ള വേദപുസ്തക കാഴ്ചപ്പാട്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും മരിച്ചവരിൽ ചിലർ ഉയർത്തെഴുന്നേറ്റതായി പറയുന്നുണ്ട്. അവർ ഭൗതിക തലത്തിൽ മരിച്ചപ്പോൾ അവരുടെ ആത്മാവ് ശരീരത്തെ വിട്ടുപോയി. എന്നാൽ അവർ ഉയർത്തെഴുന്നേറ്റപ്പോൾ അവരുടെ ശരീരത്തിലേക്ക് വിട്ടുപോയ ആത്മാവ് തിരികെ വന്നു. അവർ വീണ്ടും ജീവനുള്ള ദേഹിയായി തീർന്നു. ഇങ്ങനെ മരിച്ചുപോയവർ വീണ്ടും ജീവൻ പ്രാപിച്ചപ്പോൾ അവരുടെ ശരീരത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. അവർ തുടർന്നും ഈ ലോകത്ത് മറ്റു മനുഷ്യരെ പോലെ ജീവിച്ചു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അവരുടെ ഭൗതിക ജീവിതം അവസാനിച്ചു. അവർ മരിക്കുകയും ചെയ്തു. പിന്നീട് അവർ ഇതുവരെയും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഇത്തരം അനുഭവങ്ങളെ അല്ല വേദപുസ്തകം പുനരുത്ഥാനം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുനരുത്ഥാനം മരിച്ചവരുടെ അവസ്ഥയിൽ നിന്നും ആത്മാവും ശരീരവും പുനർയോജിച്ച് നിത്യമായി ജീവിക്കേണ്ടതിനായി ഉയർത്തെഴുന്നേൽക്കുന്നതാണ്. ഇവരിൽ ഒരു കൂട്ടർ തേജസ്കരിക്കപ്പെട്ടതും രൂപാന്തരം പ്രാപിച്ചതുമായ ശരീരം പ്രാപിക്കും. 2ാമത്തെ കൂട്ടർ നിത്യനിന്ദയ്ക്കായുള്ള തേജസ്കരിക്കപ്പെടാത്ത ശരീരവും പ്രാപിക്കും. 2 കൂട്ടർക്കും അതിനുശേഷം ഭൗതിക മണ്ഡലത്തിൽ വീണ്ടും ജീവിതമോ മരണമോ ഉണ്ടാകുകയില്ല. സകല മനുഷ്യരുടെ ഉയർപ്പ് എന്നതാണ് ക്രിസ്തീയ വിശ്വാസം. അതായത് നീതിമാന്മാരും ദുഷ്ടന്മാരും അന്ത്യകാലത്ത് മരിച്ച അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലും വ്യത്യസ്തമായ ഉദ്ദേശത്തിനുമായി ഉയർക്കും. ക്രിസ്തീയ വിശ്വാസമായ പുനരുത്ഥാനവും ജാതീയ വിശ്വാസമായ പുനരവതാരവും അല്ലെങ്കിൽ പുനർജനനവും ഒന്നല്ല. ക്രിസ്തീയ വിശ്വാസത്തിൽ മരിച്ചവരുടെ ആത്മാവ് ഒരുവന്റെ അതേ ശരീരത്തിൽ പുനർയോജിക്കുകയാണ്. പുനർയോജിച്ച ശരീരവും ആത്മാവും അതേ വ്യക്തിയായി തുടർന്നും ജീവിക്കുന്നു. എന്നാൽ ജാതീയ വിശ്വാസത്തിൽ ഒരുവന്റെ ആത്മാവ് മറ്റൊരു ശരീരത്തിൽ മറ്റൊരു വ്യക്തിയായി വീണ്ടും അവതരിക്കുക ആണ്. വേദപുസ്തകത്തിൽ പ്രധാനമായും 3 പുനരുത്ഥാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവൻ മരിച്ച് അടക്കപ്പെട്ട അതേ ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റു. അവന്റെ ശിഷ്യന്മാർക്കും 500-ൽ-അധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അതിനുശേഷം അവൻ സ്വർഗത്തിലേക്ക് ശരീരത്തോടെ ആരോഹണം ചെയ്തു. ഇതേ മാതൃകയിൽ രക്ഷിക്കപ്പെട്ട എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് ക്രിസ്തീയ വിശ്വാസം. വേദപുസ്തകം പറയുന്ന മറ്റു 2 പുനരുത്ഥാനങ്ങളും മനുഷ്യരുടെ ഉയർപ്പാണ്. മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള പഠനം 2 ഭാഗങ്ങളായി വേണം തുടരുവാൻ. ഒന്ന്, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജനനം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ടവരുടെ മരണത്തിന് ശേഷമുള്ള പുനരുത്ഥാനം. 2, യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതെ രക്ഷിക്കപ്പെടാതെ മരിച്ചുപോയവരുടെ പുനരുത്ഥാനം. ഇവർ 2 കൂട്ടരും പുനരുത്ഥാനം പ്രാപിക്കും. എങ്കിലും അവരുടെ പുനരുത്ഥാനം ഒരുമിച്ച് സംഭവിക്കുകയില്ല. പുനരുത്ഥാനത്തിന്റെ രീതിയും വ്യത്യസ്തമായിരിക്കും. പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള തുടർന്നുള്ള പഠനത്തിൽ എല്ലായിടത്തും ഈ വിഭാഗീയത ഉണ്ടായിരിക്കും. പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള പഠനം അങ്ങനെ ഒന്ന് ഭാവിയിൽ സംഭവിക്കുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് വേണം ആരംഭിക്കുവാൻ.
മരിച്ചവരുടെ ഉയർപ്പ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഉപദേശമാണ് എന്നതിനാൽ അത് വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നതിൽ തർക്കമില്ല. എങ്കിലും അത് ഉറപ്പിക്കുന്ന ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എൽക്കാന ഹന്ന ദമ്പതികൾക്ക് ദൈവം നൽകിയ മകനായിരുന്നു ശമൂവേൽ. അവന്റെ മുലകൂടി മാറിയ ശേഷം ഹന്ന അവനെ ദൈവാലയത്തിൽ ഏലി പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവനെ ജീവപര്യന്തം യഹോവയായ ദൈവത്തിന് നിവേദിതനായി സമർപ്പിച്ചു. അതിനുശേഷം പറഞ്ഞ പ്രാർത്ഥനയിൽ ഹന്ന ഇപ്രകാരം പറഞ്ഞു. 1 ശമൂവേൽ 2:6. യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിലിറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. ഈ വാക്യത്തിൽ യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് കൊല്ലുകയും എന്നത് ആദ്യം സംഭവിക്കുന്നു, ജീവിപ്പിക്കുകയും എന്നത് രണ്ടാമത് സംഭവിക്കുന്നു. ഇത് പുനരുത്ഥാനത്തിന്റെ സൂചനയാണ്. മരിച്ചവരുടെ ആത്മാവിനും ശരീരത്തിനും പുനരുത്ഥാനം ഉണ്ട് എന്ന പ്രത്യാശ ഇയ്യോബിന്റെ വാക്കുകളിൽ നമുക്ക് വായിക്കാവുന്നതാണ്. ഇയ്യോബ് 19:25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എന്റെ സ്വന്തം കണ്ണ് അവനെ കാണും. എന്റെ അന്തരംഗം എന്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. 26-ാം വാക്യം ദേഹരഹിതനായി എന്നും ദേഹസഹിതനായി എന്നും പരിഭാഷപ്പെടുത്താവുന്നതാണ്. ഇവിടെയുള്ള എബ്രായ പദപ്രയോഗത്തിന്റെ അർത്ഥം വ്യക്തമല്ല എങ്കിലും ഇംഗ്ലീഷ് പരിഭാഷകളിൽ എന്റെ ശരീരത്തിൽ എന്ന വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് 26-ാം വാക്യം ഇങ്ങനെ നമുക്ക് വായിക്കാം. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. അതായത് അവന്റെ ശരീരം നശിച്ചു പോയാലും ഭാവിയിൽ ഒരിക്കൽ ദൈവം അവനെ ശരീരത്തോടു കൂടെ ഉയർപ്പിക്കുമെന്ന വിശ്വാസമാണ് ഇയ്യോബ് പ്രസ്താവിക്കുന്നത്. മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് പഴയ നിയമ പ്രവാചകന്മാരും മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. യെശയ്യാവ് 26:19. നിന്റെ മൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും. പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിപ്പീൻ. നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞു പോലെ ഇരിക്കുന്നു, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. ഹോശേയ 13:14. ഞാൻ അവരെ പാതാളത്തിന്റെ അധീനതയിൽ നിന്ന് വീണ്ടെടുക്കും, മരണത്തിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കും. മരണമേ നിന്റെ ബാധകൾ എവിടെ? പാതാളമേ നിന്റെ സംഹാരം എവിടെ? എനിക്ക് സഹതാപം തോന്നുകയില്ല. ഇതെല്ലാം പഴയ നിയമത്തിൽ പുനരുത്ഥാനത്തിന്റെ പ്രത്യാശ ഉണ്ട് എന്നതിന്റെ തെളിവുകൾ ആണ്. പുനരുത്ഥാനത്തെ കുറിച്ച് പുതിയ നിയമം കൂടുതൽ വ്യക്തമായി പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ 5:28-29 വാക്യങ്ങൾ. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. യോഹന്നാൻ 6:39. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. മരിച്ചുപോയ ലാസറിനെ ഉയർപ്പിക്കുന്ന അവസരത്തിൽ യേശുക്രിസ്തു അവന്റെ സഹോദരിയായ മാർത്തയോട് പറഞ്ഞ വാക്കുകൾ ഇതാണ്. യോഹന്നാൻ 11:25-26 വാക്യങ്ങൾ. അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകളിൽ പുനരുത്ഥാനം ഒരു പ്രധാന വിഷയമായിരുന്നു. യഹൂദന്മാർക്കിടയിലെ ഒരു മതവിഭാഗമായിരുന്നു സദൂക്യർ. അവർ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ മറ്റൊരു വിഭാഗമായിരുന്ന പരീശന്മാർ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നു. യേശുക്രിസ്തുവിനും അപ്പോസ്തലന്മാർക്കും ഇരു കൂട്ടരിൽ നിന്നും എതിർപ്പുകൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. പത്രോസും യോഹന്നാനും ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ മുടന്തനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്നതിന്റെ ചരിത്രം അപ്പോസ്തല പ്രവൃത്തികൾ 3-4 അധ്യായങ്ങളിൽ വിവരിക്കുന്നു. സൗഖ്യമായ മനുഷ്യൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ടു. ശലോമോന്റേത് എന്നു പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. പത്രോസ് ഇവരുടെ ഹ്രസ്വമായ ഒരു പ്രഭാഷണം നടത്തി. അവർ ജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദൈവാലയത്തിലെ പടനായകരും സദൂക്യരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കാനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാനും നീരസപ്പെട്ടു. പത്രോസിനെയും യോഹന്നാനെ പിടിച്ച് പിറ്റേന്നാൾ വരെ കാവലിൽ ആക്കി. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ അപ്പോസ്തലന്മാർ മരിച്ചവരുടെ പുനരുത്ഥാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
അതായത് അപ്പോസ്തലന്മാർ മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് പ്രസംഗിച്ചു. അതിനവർ യേശുവിന്റെ ഉയർപ്പ് ദൃഷ്ടാന്തമായി ചൂണ്ടിക്കാണിച്ചു. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരം മണ്ണിനോട് ചേരുമെന്നും അതിനുശേഷം ശരീരത്തെ വീണ്ടും ഒന്നാക്കി മാറ്റുവാൻ ദേവന്മാർക്ക് പോലും കഴിയില്ല എന്നുമായിരുന്നു ഗ്രീക്കുകാരുടെ വിശ്വാസം. എന്നാൽ മരിക്കുന്ന എല്ലാ മനുഷ്യരും ഒരിക്കൽ ശരീരത്തോട് ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് ക്രിസ്തീയ വിശ്വാസം. അപ്പോസ്തലനായ പൗലോസിന്റെ രണ്ടാമത്തെ സുവിശേഷ യാത്രയിൽ അദ്ദേഹം ഗ്രീക്ക് പട്ടണമായ അഥേനയിൽ എത്തിയപ്പോൾ അവിടെ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂടുപിടിച്ചു. അവിടെ എപ്പിക്കൂര്യരും സ്തോയിക്കരുമായ തത്വജ്ഞാനികളിൽ ചിലർ അവനോട് വാദിച്ചു. അവരോട് പൗലോസ് ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിച്ചു. പുനരുത്ഥാനം ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോസ്തലപ്രവൃത്തികൾ 17:31-32 വാക്യങ്ങൾ. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയും ഇരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് കേട്ടിട്ട് ചിലർ പരിഹസിച്ചു. മറ്റു ചിലർ ഞങ്ങൾ ഇതിനെപ്പറ്റി പിന്നെയും നിന്റെ പ്രസംഗം കേൾക്കാം എന്ന് പറഞ്ഞു. ഈ വാക്യത്തിൽ ലോകത്തിലെ എല്ലാ മനുഷ്യരും നീതിമാന്മാരും നീതികെട്ടവരും പുനരുത്ഥാനം പ്രാപിക്കുമെന്ന് പൗലോസ് പറയുന്നു. പുനരുത്ഥാനം മരണത്തിന്റെ മേലുള്ള അന്തിമ ജയമാണ് എന്നതായിരുന്നു പൗലോസിന്റെ കാഴ്ചപ്പാട്. 1 Corinthians 15:54-55 വാക്യങ്ങൾ. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? ഇനി പുനരുത്ഥാനത്തെ കുറിച്ച് പൗലോസ് ലേഖനങ്ങളിൽ എഴുതിയ ചില വാക്യങ്ങൾ വായിക്കാം. 1 Corinthians 15:42-49 വരെയുള്ള വാക്യങ്ങൾ. മരിച്ചവരുടെ പുനരുത്ഥാനം അവണ്ണം തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. 1 Corinthians 15:52-54 വരെയുള്ള വാക്യങ്ങൾ. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. യോഹന്നാന്റെ വെളിപ്പാട് പുസ്തകത്തിൽ ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പും ശേഷവുമുള്ള 2 പുനരുത്ഥാനത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. വെളിപ്പാട് 20:4-6 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാത്തവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുമ്പോഴും ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. വെളിപ്പാട് 20:11-12 വാക്യം. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃതം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായ ഉപദേശമാണ് മരിച്ചവരുടെ പുനരുത്ഥാനം. എല്ലാ ക്രിസ്തീയ വിശ്വാസികളും ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. മരിച്ചവർ പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ അവർക്ക് ശരീരം ഉണ്ടായിരിക്കുമോ? ശരീരം ഉണ്ടായിരിക്കുമെങ്കിൽ അത് ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ശരീരത്തിന് സമാനം ആയിരിക്കുമോ? രക്ഷിക്കപ്പെട്ടവർക്കും രക്ഷിക്കപ്പെടാത്തവർക്കും ഒരുപോലെയുള്ള ശരീരമായിരിക്കുമോ ലഭിക്കുക? ഇനി നമുക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി കണ്ടെത്തുവാൻ ശ്രമിക്കാം. മരിച്ചുപോയ സകല മനുഷ്യരും അന്ത്യകാലത്ത് ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് ക്രിസ്തീയ വിശ്വാസം.
എങ്കിലും ജീവനോടെ ഇരിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാതെ മരിച്ചുപോയവരും തമ്മിൽ ഉയർപ്പിൽ വ്യത്യാസമുണ്ട്. വീണ്ടും ജന്മം പ്രാപിച്ച് ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുത്ഥാനത്തിന്റെ അടിസ്ഥാനവും മാതൃകയും യേശുക്രിസ്തുവിന്റെ ഉയർപ്പാണ്. യേശുക്രിസ്തു എങ്ങനെ ഉയർത്തെഴുന്നേറ്റുവോ അതുപോലെ മരിച്ചുപോയ വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കും. അതിനാൽ പുനരുത്ഥാനം പ്രാപിക്കുന്ന ശരീരത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ പുനരുത്ഥാനം പ്രാപിച്ച യേശുവിന്റെ ശരീരം ഉണ്ടായിരുന്നുവോ എന്നും അവന്റെ ശരീരം എങ്ങനെ ആയിരുന്നു എന്നും നമ്മൾ ഗ്രഹിക്കണം. ലോക ചരിത്രത്തിലെ ആദ്യത്തെയും ഏറ്റവും ശ്രേഷ്ഠവുമായ ഉയർത്തെഴുന്നേൽപ്പ് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനമാണ്. അതിനാൽ 1 കൊരിന്ത്യർ 15 യേശുവിന്റെ ഉയർപ്പിനെ ആദ്യ ഫലം എന്നാണ് വിളിക്കുന്നത്. 1 കൊരിന്ത്യർ 15:20. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ആദ്യ ഫലം എന്നത് ആദ്യത്തെ ഫലവും മൊത്തം ഫലങ്ങളുടെ ആദ്യത്തെ ഭാഗവുമാണ്. ആദ്യ ഫലവും വരുവാനിരിക്കുന്ന ഫലങ്ങളും ഒന്നായിരിക്കുന്നു. ആദ്യ ഫലം ഇനിയും കൂടുതൽ ഫലം വരുവാനുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. കൂടാതെ ആദ്യ ഫലവും ഇനിയും ശേഖരിക്കപ്പെടുവാൻ പോകുന്ന ഫലവും തമ്മിലുള്ള ബന്ധവും അതിൽ അടങ്ങിയിട്ടുണ്ട്. ആദ്യ ഫലം നല്ലത് എങ്കിൽ ആ വിളവെടുപ്പ് കാലത്തെ ഫലങ്ങളെല്ലാം നല്ലതായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ആദ്യ ഫലം വരുവാനിരിക്കുന്ന വിളവെടുപ്പിന്റെ കൃത്യവും വ്യക്തവുമായ സൂചികയാണ്. ഭാവിയിൽ കൊയ്ത്തുകാലത്ത് ശേഖരിക്കപ്പെടുവാനിരിക്കുന്ന ഫലങ്ങളുടെ നിറവും രൂപവും ഗുണവും എല്ലാം ആദ്യ ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാം. യേശുക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭാവിയിൽ അനേകർ അവനിൽ ഉയർത്തെഴുന്നേൽക്കും എന്നതിന്റെ ഉറപ്പാണ്. യേശു ഉയർക്കുവാനിരിക്കുന്നവരുടെ പ്രതിനിധിയാണ്. അവന്റെ ഉയർപ്പ് അവനിൽ മരിച്ചവർ എങ്ങനെ ഉയർക്കും എന്നതിന്റെ സൂചനയാണ്. യേശുവിന്റെ ഉയർപ്പിനും ഭാവിയിൽ ഉയർക്കുവാനിരിക്കുന്ന വിശുദ്ധന്മാരുടെ ഉയർപ്പിനും ഇടയിൽ അഭേദ്യമായ ഒരു ഏകത ഉണ്ട്. ഉയർപ്പിന്റെ ക്രമം പൗലോസ് വിവരിക്കുന്നത് ഇങ്ങനെയാണ്. 1 കൊരിന്ത്യർ 15:23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ഓരോരുത്തരും താന്റെ നിരയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. ഈ വാക്യത്തിൽ പൗലോസ് 3 ഘട്ടങ്ങളിലായി 3 സംഭവങ്ങൾ നടക്കുന്നു എന്നാണ് പറയുന്നത്. 1, ആദ്യ ഫലമായ ക്രിസ്തുവിന്റെ ഉയർപ്പ്. 2, വിശുദ്ധന്മാരുടെ ഉയർപ്പ്. 3, അവസാനം രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. ആദ്യ ഫലം ക്രിസ്തു എന്ന് പറയുമ്പോൾ പൗലോസ് അർത്ഥമാക്കുന്നത് ഫലശേഖരണം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ്. അതായത് അന്ത്യകാലത്ത് സംഭവിക്കുവാനിരിക്കുന്ന മരിച്ചവരുടെ പുനരുത്ഥാനം ആരംഭിച്ചു കഴിഞ്ഞു. അത് വിവിധ ഫലശേഖരണമല്ല, ഒറ്റ വിളവെടുപ്പാണ്. ഈ ഒറ്റ വിളവെടുപ്പിലെ ആദ്യ ഫലശേഖരണമാണ് ക്രിസ്തുവിന്റെ ഉയർപ്പ്. ശേഷം അവനിൽ മരിച്ചവരുടെ പുനരുത്ഥാനം ഉണ്ടാകും. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം ഭാവിയിൽ സംഭവിക്കുവാനിരിക്കുന്നതേ ഉള്ളൂ. 23-ാം വാക്യത്തിലെ പിന്നെ എന്ന് പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് എപൈറ്റ എന്നാണ്. ഈ ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം അനന്തരം, അതിനുശേഷം, അടുത്തത് എന്നിങ്ങനെയാണ്. 24-ാം വാക്യത്തിലെ പിന്നെ എന്നതിന്റെ ഗ്രീക്ക് പദം ഐറ്റ എന്നാണ്. ഈ ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ശേഷം, അടുത്തത് എന്നാണ്. ആദ്യ ഫലമായ ക്രിസ്തുവിന്റെ ഉയർപ്പിനും വിശുദ്ധമായ ഉയർപ്പിനും ഇടയിൽ നമുക്ക് കൃത്യതയില്ലാത്ത ദൈർഘ്യത്തോടെയുള്ള ഒരു ഇടവേള കാലമുണ്ട്. നമ്മളിപ്പോൾ ആ ഇടവേള കാലത്തിലാണ്. ഇത് എത്ര നാൾ ആണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതിനാൽ വിശുദ്ധന്മാരുടെ ഉയർപ്പിനും പിന്നെ അവസാനം എന്നതിനും ഇടയിൽ സമാനമായ ഒരു ഇടവേള ഉണ്ടാകുമെന്ന് കരുതുന്ന ദൈവശാസ്ത്രജ്ഞന്മാർ ഉണ്ട്. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾക്ക് സമയദൈർഘ്യമുള്ള ഇടവേള എന്ന ആശയം ഇല്ല എന്ന് മറ്റുള്ളവർ വാദിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവെങ്കിൽ അവനിലുള്ളവർ പുനരുത്ഥാനം പ്രാപിക്കും. അതിനോടൊപ്പം തന്നെയോ കൃത്യമല്ലാത്ത ഒരു ഇടവേള കൂടാതെയോ അവസാനവും ഉണ്ടാകും. അവസാനത്തിങ്കൽ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരും. 26-ാം വാക്യം പറയുന്നു, ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ മരണത്തെ ജയിക്കുന്നു. പിന്നെ മരണത്തിന് അവരുടെ മേൽ അധികാരം ഇല്ല. അതിന്റെ അർത്ഥം യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവ് അവസാനം സംഭവിക്കേണ്ടതാണ് എന്നാണ്. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം ഭാവിയിൽ സംഭവിക്കുവാനിരിക്കുന്ന വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തിന്റെ ആദ്യ ഫലമാണ്. അതിനാൽ യേശുവിന്റെ ഉയർപ്പിനെ വിശുദ്ധന്മാരുടെ ഉയർപ്പിന്റെ മാതൃകയായും കാണാം.
ഉയർത്തെഴുന്നേറ്റ യേശുവിന് അസ്ഥികളോടെ ഒരു ശരീരം ഉണ്ടായിരുന്നു എന്നതും അത് അവൻ മനുഷ്യനായി ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്നതിന് സമാനമായിരുന്നു എന്നതുമാണ് അവന്റെ ഉയർപ്പിന്റെ ശ്രദ്ധേയമായ സവിശേഷത. പുനരുത്ഥാനം പ്രാപിച്ചപ്പോൾ യേശു പഴയത് ഉപേക്ഷിച്ച് മറ്റൊരു ശരീരം പ്രാപിച്ചില്ല. എന്നാൽ പുനരുത്ഥാനം പ്രാപിച്ച ശരീരത്തിന് മനുഷ്യരുടെ ശരീരത്തിൽ നിന്നും ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. അത് രൂപാന്തരം പ്രാപിച്ചതും ആത്മീയവും നിത്യമായി ജീവിക്കുവാൻ പ്രാപ്തവും ആയിരിക്കും. ഇതിനല്പം വിശദീകരണം ആവശ്യമാണ്. ലൂക്കോസ് 24:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിന്റെ ശരീരം അടക്കം ചേരുന്ന കല്ലറയിൽ ഉയർപ്പിന് ശേഷം അവന്റെ ശരീരം കണ്ടില്ല എന്ന് പറയുന്നു. യോഹന്നാൻ 20:6-7 വാക്യങ്ങളിലും അവന്റെ ശരീരത്തിൽ പൊതിഞ്ഞിരുന്ന വസ്ത്രം മാത്രമേ കല്ലറയിൽ അവശേഷിച്ചിരുന്നുള്ളൂ എന്നും പറയുന്നു. അതായത് യേശുവിന്റെ ശരീരം അവന്റെ ആത്മാവിനോടൊപ്പം പുനരുത്ഥാനം പ്രാപിച്ചു. ഉയർപ്പിന് ശേഷം യേശുവിന്റെ ശരീരം കല്ലറയിൽ അവശേഷിച്ചില്ല. ശരീരത്തെ ഉപേക്ഷിച്ച് ആത്മാവ് മാത്രമായി പുനരുത്ഥാനം പ്രാപിക്കുക ആയിരുന്നില്ല. പുനരുത്ഥാനം പ്രാപിച്ച് യേശു പ്രത്യക്ഷമായപ്പോൾ അവനെ കണ്ടവരെല്ലാവരും അവനെ തിരിച്ചറിഞ്ഞു. പ്രത്യക്ഷനായത് യേശു തന്നെയോ എന്നതിൽ ഒരാൾ പോലും സംശയം പ്രകടിപ്പിച്ചില്ല. ഇത് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശരീരം ജീവിച്ചിരുന്നപ്പോൾ അവൻ ഉണ്ടായിരുന്ന ശരീരത്തോട് സമാനമായിരുന്നു എന്നതിൻ്റെയും പുനരുത്ഥാനം പ്രാപിക്കുന്ന എല്ലാവർക്കും പരസ്പരം തിരിച്ചറിയുവാൻ കഴിയും എന്നതിൻ്റെയും തെളിവ് ആണ്. യോഹന്നാൻ 20 ഉയർത്തെഴുന്നേറ്റ യേശു മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷനായതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ 20:16-17 വാക്യങ്ങൾ. യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞു എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട് എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. യോഹന്നാൻ 20:17 തുടരുത് എന്ന വാക്കിന്റെ ഗ്രീക്ക് പദം ഹാപ്റ്റോമൈ എന്നാണ്. ഈ വാക്കിന്റെ അർത്ഥം ബന്ധിക്കുക, പറ്റിപ്പിടിക്കുക, മുറുകെ പിടിക്കുക, തൊടുക എന്നിങ്ങനെയാണ്. അതുകൊണ്ടാണ് പല ഇംഗ്ലീഷ് പരിഭാഷകളും തുടരുത് എന്നതിന് പകരം മുറുകെ പിടിക്കരുത് എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നത്. അതായത് യേശു മറിയോട് പറഞ്ഞത് അവനെ തുടരുത് എന്നല്ല, അവനെ വിടാതെ മുറുകെ പിടിക്കരുത്, കാരണം അവൻ അതുവരെയും പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. മത്തായി 28:9 പറയുന്നതനുസരിച്ച് മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ പാദങ്ങൾ പിടിച്ച് നമസ്കരിച്ചു. ഇത് ഉയർത്തെഴുന്നേറ്റ് യേശുവിന് ഒരു ശരീരം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഈ വാക്യത്തിൽ അവന്റെ കാൽ പിടിച്ചു എന്നതിലെ പിടിച്ചു എന്ന് പറയുന്ന യവന പദം ക്രാറ്റയോ എന്നതാണ്. ഇതിന് വിടാതെ മുറുകെ പിടിക്കുക എന്നാണ് അർത്ഥം. ഉയർത്തെഴുന്നേറ്റ യേശുവിന് അസ്ഥിയും മാംസവുമുള്ള ഒരു ശരീരം ഉണ്ടായിരുന്നു എന്നതിനാലാണ് അവർക്കവനെ വിടാതെ മുറുകെ പിടിക്കുവാൻ കഴിഞ്ഞത്. ലൂക്കോസ് 24 യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായപ്പോൾ അവൻ മാംസവും അസ്ഥിയുമുള്ള ഒരുവനായാണ് പ്രത്യക്ഷനായത്. അവൻ ശിഷ്യന്മാർ കാണുകയും ആഹാരം കഴിക്കുകയും ചെയ്തു. ലൂക്കോസ് 24:37, 39 മുതൽ 43 വാക്യങ്ങൾ. അവർ ഞെട്ടി ഭയപ്പെട്ടു ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി. ഞാൻ തന്നെയാകുന്നു എന്ന് എന്റെ കൈയും കാലും നോക്കി അറിവീൻ, എന്നെ തൊട്ടു നോക്കുവീൻ, എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിനും മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലും അവരെ കാണിച്ചു. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ അവരോട് തിന്നുവാൻ വല്ലതും നിങ്ങളുടെ പക്കൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു ഖണ്ഡം വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു. അത് അവൻ വാങ്ങി അവർ കാണെ തിന്നു. 37 വാക്യത്തിലെ ഭൂതത്തെ കാണുന്നു എന്നതിലെ ഭൂതം എന്നതിന്റെയും 39 വാക്യത്തിലെ ഭൂതത്തിനും മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്നതിലെ ഭൂതം എന്നതിന്റെയും ഗ്രീക്ക് പദം ന്യൂമ എന്നാണ്. ഈ വാക്കിന്റെ അർത്ഥം ആത്മാവ് എന്നാണ്. അതായത് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടപ്പോൾ അത് യേശുവിന്റെ ആത്മാവായിരിക്കാം എന്ന് ശിഷ്യന്മാർ കരുതി. എന്നാൽ പുനരുത്ഥാനം പ്രാപിച്ച യേശു ആത്മാവ് മാത്രമായിരുന്നില്ല, അവന് ശരീരവും ഉണ്ടായിരുന്നു. അതിനാൽ അവനെ തൊട്ടുനോക്കി അറിയുവാൻ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു. യോഹന്നാൻ 20:27 പിന്നെ തോമസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്ക എന്ന് പറഞ്ഞു. ഈ സംഭവങ്ങളെല്ലാം പുനരുത്ഥാനം പ്രാപിച്ച് യേശുവിന് ആത്മാവും ശരീരവും ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകളാണ്. അവൻ ജീവിച്ചിരുന്നപ്പോൾ അവൻ ഉണ്ടായിരുന്ന ശരീരം അവൻ ഉയർത്തെഴുന്നേറ്റിന് ശേഷവും അവന് ഉണ്ടായിരുന്നു. കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട ശരീരത്തോടെയാണ് അവൻ പുനരുത്ഥാനം പ്രാപിച്ചത്. ഉയർത്തെഴുന്നേറ്റ യേശുവിന് ശിഷ്യന്മാരുമായും മറ്റുള്ളവരുമായും കൃത്യമായും വ്യക്തമായും ആശയവിനിമയം നടത്തുവാൻ കഴിഞ്ഞു.
മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാനും ഗ്രഹിക്കുവാനും ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുവാനും അവന് കഴിഞ്ഞു. അവൻ സന്നിഹിതൻ അല്ലാത്ത സമയത്ത് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ പോലും ഗ്രഹിക്കുവാൻ അവന് കഴിഞ്ഞു. പുനരുത്ഥാനം പ്രാപിച്ച ശരീരത്തിന് ഭൗതിക നിയമങ്ങൾ ബാധകമായിരിക്കുകയില്ല. യേശു പെട്ടെന്ന് പ്രത്യക്ഷനാകുകയും അപ്രത്യക്ഷനാകുകയും ചെയ്തു. അവൻ സ്വർഗാരോഹണം ചെയ്യപ്പെട്ടു. അടച്ചിട്ടിരിക്കുന്ന മുറിക്കുള്ളിൽ പ്രത്യക്ഷനാകുവാൻ യേശുവിന് കഴിഞ്ഞു. സമയം, സ്ഥലം, വസ്തു എന്നിവ യേശുവിന്റെ യാത്രയ്ക്കോ പ്രത്യക്ഷനാകുന്നതിനോ തടസ്സമായില്ല. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ഒരേ സമയം വിവിധയിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അവൻ ഒരു സമയം ഒരിടത്ത് മാത്രമേ പ്രത്യക്ഷപ്പെട്ടുള്ളൂ. കാരണം അവന് അസ്ഥിയും മാംസവുമുള്ള ഒരു ശരീരം ഉണ്ടായിരുന്നു. ഇതിനൊരു സമയത്ത് പലയിടങ്ങളിൽ പ്രത്യക്ഷമാകുവാൻ സാധ്യമല്ല. അത് അവന്റെ ശരീരത്തിന്റെ പ്രത്യേകതയാണ്, ആത്മാവിന്റെ പരിമിതിയല്ല. ഇത് പുനരുത്ഥാനം പ്രാപിക്കുന്ന ശരീരത്തിന്റെ ഒരു സവിശേഷത ആയിരിക്കും. യേശു ക്രിസ്തു അവന്റെ ശരീരത്തോടെയാണ് ഉയർത്തെഴുന്നേറ്റത്. എന്നാൽ ഭൗതികമായ ജീവിതത്തിലേക്ക് അവൻ തിരികെ വന്നില്ല. അവൻ ശിഷ്യന്മാർ കാണുക അവർ ഒരുക്കി വെച്ചിരുന്ന ആഹാരം കഴിച്ചു, ശിഷ്യന്മാരോട് സംസാരിച്ചു, അവരോടൊപ്പം നടന്നു. എന്നാൽ ഉയർപ്പിന് ശേഷം യേശു ക്രിസ്തു ഭൗതിക ജീവിതത്തിലേക്ക് തിരികെ വന്നില്ല. മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള പഠനത്തിന്റെ ഒന്നാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. രണ്ടാമത്തെ ഭാഗം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. naphtalitribe.tv.com എന്നതാണ് ചാനലിന്റെ മേൽവിലാസം. ഈ പഠനത്തിന്റെ 1-2 ഭാഗങ്ങൾ ഒരുമിച്ചുള്ള ഈ ബുക്ക് സൗജന്യമായി ലഭ്യമാണ്. താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ആവശ്യപ്പെടുക. ഫോൺ നമ്പർ 9961330751. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.